നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കേരള വിഷൻ സൗത്ത് വിഷൻ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ കൊല്ലത്ത് വിതരണം ചെയ്തു. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ പുതിയ സംരംഭങ്ങളായ സൗത്ത് സോളാർ, സൗത്ത് EV എന്നിവയുടെ ലോഞ്ചിങ്ങും നടത്തി. ലഹരിക്കെതിരെ പിടിമുറുക്കി പോലീസ്. കരുനാഗപ്പള്ളിയിൽ MDMAയുമായി 2 പേർ പിടിയിൽ. കുലശേഖരപുരം കടത്തൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. 4.14 ഗ്രാം MDMA പിടികൂടി. മാവേലിക്കര നൂറനാട്ടും ലഹരിവേട്ട. MDMAയുമായി കായംകുളം സ്വദേശികൾ അറസ്റ്റിൽ. 29 ഗ്രാം MDMA പിടിച്ചെടുത്തു. വർണ്ണക്കൂടാരം രാജ്യാന്തര പ്രീ പ്രൈമറി ഉദ്ഘാടനം ചെയ്തു. തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് LPSലാണ് വർണ്ണക്കൂടാരം പ്രവർത്തനം തുടങ്ങിയത്. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിലാണ് വർണ്ണക്കൂടാരം ആരംഭിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കേരള വിഷൻ സൗത്ത് വിഷൻ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകളുടെ വിതരണം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. കൊല്ലം ഭാരതരാജ്ഞി പാരിഷ് ഹാളിലാണ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ പുതിയ സംരംഭങ്ങളായ സൗത്ത് സോളാർ, സൗത്ത് EV എന്നിവ ലോഞ്ച് ചെയ്തു. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് വിദ്യാഭ്യാസ അവാർഡുകൾ ഏർപ്പെടുത്തിയത്. കേരള വിഷൻ സൗത്ത് വിഷൻ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സ്റ്റുഡൻസ് എല്ലാവരും അതിൽ പങ്കെടുത്തത് കേരളത്തിലെ പ്രത്യേകിച്ച് സംരംഭകർ എന്ന നിലയിൽ ഏറ്റവും നല്ല സംരംഭകരായി തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീയെ 10 കുടുംബശ്രീ ആദരിക്കപ്പെടുക, സ്നേഹാദരം കൊടുക്കുക എന്ന വലിയ ചടങ്ങാണ് സംഘടിപ്പിച്ചത്. അത് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നടപ്പിലാക്കിക്കൊണ്ട് അതിന് തന്നെ ഒരു മെഗാസ്റ്റാർ പോലെ അതിൽ നിന്നും സംസ്ഥാനത്തെ ഏറ്റവും നല്ല കുടുംബശ്രീകളെ തിരഞ്ഞെടുക്കപ്പെടുന്ന തരത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള സ്ത്രീ ശാക്തീകരണത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആ കുടുംബശ്രീയെ പോലും ഇളക്കിക്കൊണ്ടുവരുവാൻ കേരള വിഷന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് കഴിയും എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി ചിന്തിക്കാനായി. ജനങ്ങളെ കേവലം ഉപഭോക്താക്കളായി മാത്രം കാണാതെ അവരെ ചേർത്ത് നിർത്തി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ജനകീയ ബദൽ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള വിഷൻ സൗത്ത് വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ ഏർപ്പെടുത്തിയത്. സൗത്ത് വോയിസ് ചെയർമാൻ P. ബിനു അധ്യക്ഷത വഹിച്ചു. സൗത്ത് വോയിസ് മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു. നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് എല്ലാവരെയും ഒരേ വേദിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിമിതികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ക്യാൻവൈസ് ചെയ്തതുകൊണ്ടാണ് ഈ നാളിൽ എല്ലാ കുട്ടികൾക്കും വരാതിരിക്കാൻ കഴിഞ്ഞത്. ഒരു മാർക്കിന് വേണ്ടി ഒരു വിഷയത്തിന് A+ നഷ്ടപ്പെട്ടവരോ A നഷ്ടപ്പെട്ടവരോ നമ്മുടെ ബെഞ്ചിന്റെ തൊട്ടടുത്തിരുന്നവരുണ്ട്. M. നൌഷാദ് MLA, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, സൗത്ത് വോയിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സുരേഷ് ബാബു, കുര്യാക്കോസ് വൈദ്യൻ K, താജുഗോപാൽ GS, COA കൊല്ലം ജില്ലാ സെക്രട്ടറി E. നൌഷാദ്, സാജൻ S, അനിൽകുമാർ K, മുരളീകൃഷ്ണൻ M, അജി G, ശ്രീജിത്ത് S. പിള്ള, ലുലു K, ഷിബു P, തിലകരാജ് B, അഫ്സൽ B, രാജീവ് കുഴിയം തുടങ്ങിയവർ പങ്കെടുത്തു. സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ പുതിയ ബിസിനസ്സുകളായ സൗത്ത് സോളാർ, സൗത്ത് EV എന്നിവയുടെ ലോഞ്ചിങ്ങും ഇതോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളിയിൽ MDMAയുമായി 2 പേർ പിടിയിൽ. കുലശേഖരപുരം കടത്തൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 4.14 ഗ്രാം MDMA പിടികൂടി. കരുനാഗപ്പള്ളിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 4.14 ഗ്രാം MDMA പിടികൂടിയത്. കുലശേഖരപുരം പുന്നക്കുളം ഷംന മൻസിലിൽ ഷംനാസ്, NN ക്വാർട്ടേഴ്സിൽ നിയാസ് എന്നിവരെയാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത്. കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ ഷംനാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് MDMA കണ്ടെടുത്തത്. നിയാസ് ആണ് ഷംനാസിന്റെ വീട്ടിൽ വിൽപ്പനയ്ക്കായി MDMA എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. MDMAയുമായി കായംകുളം സ്വദേശികളായ 2 യുവാക്കൾ നൂറനാട് അറസ്റ്റിൽ. കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി അഖിൽ, കൃഷ്ണപുരം പെരിങ്ങാല സ്വദേശി പ്രശാന്ത് എന്നിവരെയാണ് പോലീസും ഡാൻസ് അപ്പ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്.
29 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടികൂടി. 29 ഗ്രാം MDMAയുമായാണ് രണ്ടുപേർ നൂർനാട് പോലീസിന്റെ പിടിയിലായത്. കായംകുളം പുള്ളിക്കണക്ക് ശ്രീ അജയാലയത്തിൽ അഖിൽ എന്ന് വിളിക്കുന്ന അജയൻ, കായംകുളം കൃഷ്ണപുരം പെരിങ്ങാല കണ്ടിശ്ശേരി വീട്ടിൽ പ്രശാന്ത് എന്നിവരെയാണ് നൂർനാട് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. ചെങ്ങന്നൂരിൽ ട്രെയിൻ ഇറങ്ങി അടൂർ വഴി കായംകുളത്തേക്ക് KSRTC ബസ്സിൽ പോകുമ്പോൾ KP റോഡിൽ ചാരുമോട് പാലമൂട് ജംഗ്ഷനിൽ വെച്ചാണ് ഇരുവരെയും പിടികൂടിയത്. മാവേലിക്കര കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വർണ്ണക്കൂടാരം രാജ്യാന്തര പ്രീ പ്രൈമറി ഉദ്ഘാടനം ചെയ്തു. തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് LPSലാണ് വർണ്ണക്കൂടാരം പ്രവർത്തനം തുടങ്ങിയത്. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിലാണ് പ്രീ പ്രൈമറി ആരംഭിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതി പ്രകാരം തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് LPSൽ പ്രവർത്തന സജ്ജമാക്കിയ അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത്. വർണ്ണക്കൂടാരം ഉദ്ഘാടനം, ആദരവ്, അനുമോദനം എന്നിവ CR മഹേഷ് MLA നിർവഹിച്ചു. ഇവിടെ കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ ക്ലോസ് എന്ന് എഴുതി വെക്കേണ്ടത് ഏതെങ്കിലും ഒരു സ്കൂളിനും അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് ഈ സ്കൂളിനാണ്. വളരെ വർഷങ്ങളായി വിദ്യാഭ്യാസ നിലവാരത്തിലും കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിലും പശ്ചാത്തല വികസനത്തിലും ഒക്കെ സ്കൂൾ കാണിക്കുന്ന ദീർഘവീക്ഷണം, ഇടപെടൽ, നേതൃത്വപരമായ പങ്ക് അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ പഠിച്ചതുകൊണ്ടാണ്, ഞാൻ പഠിച്ചതുകൊണ്ടാണ്, എൻ്റെ മക്കൾ 3 പേരും 2 പേരും പഠിച്ചു കഴിഞ്ഞു, ഒരാളും പഠിക്കുന്ന എല്ലാവരുടെയും അടിത്തറ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ LP സ്കൂളാണ്. അകമിടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കാരിക്കലും കളിയിടം ഹരിതയിടം എന്നിവയുടെ ഉദ്ഘാടനം കൊല്ലം SSK DPC GK ഹരികുമാറും നിർവഹിച്ചു. SSK DPO അപർണ മോഹൻ പദ്ധതി വിശദീകരിച്ചു. തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V സദാശിവൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സ്കൂളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എന്താ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതാർക്ക് വേണ്ടി? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവർക്കൊരു സ്വപ്ന ലോകത്തേക്ക് കയറി വരിക. AVGLPSലേക്ക് കയറി വരുമ്പോ ഒരു സ്വപ്ന ലോകം. തഴവ AVGLPS ഹെഡ് മിസ്ട്രസ് ആശ R സ്വാഗതം പറഞ്ഞു. തഴവ ഗ്രാമപഞ്ചായത്ത് അംഗം B സുശീലാമ്മ, കരുനാഗപ്പള്ളി AO R അജയകുമാർ, കരുനാഗപ്പള്ളി BPC ശ്രീകുമാർ S, രശ്മി R, അപർണ രാജ്, പോണാൽ നന്ദകുമാർ, രഞ്ജിത് ബാബു, ബിസ്മി അൻസാർ, ഷൈല KH, സിന്ധു S, സുമിയത്തെ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. റോഡ് തകർന്നിട്ട് നാളുകൾ. നവീകരണം നടത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡിൽ വാഴ നട്ടു പ്രതിഷേധിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ വാഴുവേലിമുക്ക് കണ്ണനാകുഴി റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. ഭരണിക്കാവ് പഞ്ചായത്ത് 12ാം വാർഡിലെ വാഴുവേലിമുക്ക് കണ്ണനാങ്കുഴി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ വാഴ നട്ട് പ്രതിഷേധിച്ചത്. 20 വർഷമായി റോഡ് തകർന്നു കിടക്കുകയാണ്. റോഡ് നന്നാക്കി നൽകാമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങുന്നതല്ലാതെ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇലക്ഷന് തൊട്ടാഴ്ച 2 ആഴ്ച മുമ്പ് ആകുമ്പോഴത്തേന് നെയിം സ്ലിപ്പും മറ്റു കാര്യങ്ങളും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും കൊണ്ടുവന്ന് വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് 2 കൂട്ടർ ഇത്രയും ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഈ പറ്റിക്കുന്നതിന് ഒരു അവഗണനയായിട്ടാണ് ഞങ്ങളെ കാണുന്നത്. ഞങ്ങൾ ഈ വാഴവലിമുക്ക് മുതൽ ചീപ്പുമുക്ക് വരെയുള്ള ഈ റോഡിൻ്റെ 2 സൈഡിലും താമസിക്കുന്ന 10-200 കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും മറ്റ്
പിന്നെ പള്ളിയിൽ പോകുന്നതും അമ്പലങ്ങളിൽ പോകുന്നതും മദ്രസകളിൽ പോകുന്നതും ഇതെല്ലാം ഇതിലേക്കൂടെ പോകുന്ന വണ്ടികളാണ്. ഇപ്പോൾ തന്നെ ഇവിടെ സ്കൂൾ ബസ്സുകൾ ഇവിടെ വണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ഭാഗത്തോട്ട് ബസ് വരവില്ല. വാഴവല്ലി മുക്കിന് വരെ വന്നിട്ട് വണ്ടി ഇവിടുന്ന് കുട്ടികളെയും കൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ പെണ്ണുങ്ങളും കുട്ടികളും കൂടെ നീന്തിയാണ് പടിഞ്ഞാറ് അറ്റം വരെ കൊണ്ടുപോയി വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. പിന്നെ ഇലക്ഷൻ ഇനി അടുത്ത പഞ്ചായത്ത് ഉടനെ വരുമ്പോൾ ഉടനെ 2 ആഴ്ചയാകുമ്പോൾ 2-3 പാർട്ടിക്കാർ വരികയും പോവുകയും എല്ലാം ചെയ്യും. വീണ്ടും ഇതുപോലെ ഞങ്ങളെ പറ്റിക്കാം എന്നുള്ള ഒരു പരിപാടിയാണെങ്കിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി ഞങ്ങൾ ബഹിഷ്കരിക്കാനിരിക്കുകയാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരോട് പരാതി പറഞ്ഞ് മടുത്തതായും പ്രദേശവാസികൾ പറയുന്നു. പാർട്ടി സദസ്സ് CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാർട്ടി സദസ്സിൽ വെച്ച് MLA-യോട് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും പാർട്ടി നേതൃത്വം പറഞ്ഞത് ആ റോഡിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നാണ്. തെറ്റായ ഒരു വിവരമാണെന്ന് MLA-യോട് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് MLA പറയുന്നത് ശരി, എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല, ഉടനെ അതിൻ്റെ കാര്യം ആലോചിക്കാമെന്ന്. MLA-യുടെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഈ 2025 ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു പദ്ധതി എങ്ങനെയാണ് താമസം വിനാ ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമായൊരു റോഡ് ഉണ്ടാകുക എന്നത് ഇന്നും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അതുകൂടാതെ തന്നെ സ്കൂൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു. സ്കൂൾ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ആശ്രയിക്കുന്ന റോഡാണ്. സൈക്കിളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും നിരന്തരമായ അപകടങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയായി കഴിഞ്ഞാൽ ശക്തമായ വെള്ളപ്പൊക്കം മൂലം റോഡ് ഗതാഗത യോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അല്പമെങ്കിലും കരുണയുണ്ടെന്നുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട ഈ റോഡിൻ്റെ നവീകരണവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയേ പറ്റൂ. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകുവാൻ കഴിയാത്ത തരത്തിൽ റോഡിൽ വെള്ളക്കെട്ടാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ന്യൂസ് ബ്യൂറോ, കറ്റാനം. വീട് വയ്ക്കാൻ ഭൂമിയും ജീവിത ചെലവിനായി സ്ഥിര നിക്ഷേപവും നൽകി വീട്ടമ്മ. തഴവ കുതിരപ്പന്തി കൈപ്ലേത്ത് കുടുംബാംഗം സുകുമാരിയാണ് സ്വന്തമായി കിടപ്പാടമില്ലാത്ത പുല്ലം ഭാഗത്ത് പടിയിട്ടതിൽ വത്സലയ്ക്ക് ഭൂമിയും ജീവിത ചെലവിനുള്ള തുകയും നൽകിയത്. ഭർത്താവ് സഹദേവന്റെ സ്മരണയ്ക്കായാണ് വീട് വയ്ക്കാനായി 3 സെന്റ് ഭൂമിയും ജീവിത ചെലവിനായി നിശ്ചിത തുകയുടെ സ്ഥിര നിക്ഷേപവും നൽകിയത്. തഴവ കുതിരപ്പന്തി കൈപ്ലേത്ത് കുടുംബാംഗമായ സുകുമാരിയാണ് പുല്ലം ഭാഗത്ത് പടിയിട്ടതിൽ വത്സലയ്ക്ക് ഭൂമിയും തുകയും നൽകിയത്. CR മഹേഷ് MLA ഭൂമിയുടെ രേഖ കൈമാറി. മനുഷ്യന് കുടിവെള്ളവും വൈദ്യുതിയും എല്ലാം മുടക്കുന്ന ഈ നാട്ടില് ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തി ചെയ്യുന്നത് അത് രഹസ്യമായി ചെയ്യണമെന്നായിരുന്നു ഈ കുടുംബത്തിന്റെ ആഗ്രഹം. പക്ഷേ നമ്മളാണ് പറഞ്ഞത് ഇത് മറ്റുള്ളവർക്ക് ഏക്കർ കണക്കിന് ഭൂമി കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാണ്. 2, 3, 4, 5 ഏക്കർ ഭൂമിയുള്ള ആളുകൾ ഒരു കുടുംബത്തിന് ഒരു 3 സെന്റെങ്കിലും കൊടുക്കാൻ മനസ്സ് കാണിക്കട്ടെ, അവരുടെ കണ്ണ് തുറക്കട്ടെ എന്നൊരു പ്രവൃത്തി, പുണ്യപ്രവൃത്തി അവർക്ക് കൂടി തോന്നാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ചുപേരെയെങ്കിലും അറിയിച്ചുകൊണ്ട് ഇത് നടത്തുന്നത്. തഴവ ബിജു, സലിം അമ്പിത്തറ, ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി, S വത്സല, കൈപ്ലേത്ത് ഗോപാലകൃഷ്ണൻ, ലിനു മാത്യു, ബിജു പാഞ്ചജന്യം, സുഗതൻ, ഷീബ ബിനു, പോണാൽ സുശീൽ കുമാർ, ഗോപാലകൃഷ്ണൻ കുന്നുതറ, വാമദേവൻ പിള്ള, വിജയൻ പൊന്നാലയം, തഴവ സത്യൻ, മഹേശ്വര പണിക്കർ എന്നിവർ പങ്കെടുത്തു. എന്റെയും കൂടി അവസ്ഥയാണ്, അല്ലെങ്കിൽ എനിക്കും നാളെ ഇതാണ് അവസ്ഥ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ മനുഷ്യനായി മാറുന്നത് എന്ന് മഹാനായ ഗുരുദേവൻ ഉൾപ്പെടെ പല ആചാര്യന്മാരും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 5 പെൺമക്കൾ, 5 പെണ്ണുങ്ങൾ മാത്രമുള്ള കുടുംബത്തിലെ കുത്തുറ്റുകാരത് പൂട്ടി. ആ പൂട്ടൊന്ന് തുറന്നു കൊടുക്കാൻ ആളില്ല, പേടി. പക്ഷെ അവസാനം അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും DYFകാരുടെ ഒന്നായി അവർ ഒന്നിച്ചിരുന്നുകൊണ്ട് ആ പൂട്ട് തുറന്നു. അവരെ അതിനകത്ത് കയറ്റി കിടത്തി. MLA ഇവിടെ ചെയ്ത് എന്താ കഴിഞ്ഞ ഇവിടെ ആലപ്പാട് വരുന്നത് വരട്ടെ, എന്ത് സംഭവിച്ചോളൂ, നിയമത്തിന് ഒരു നല്ല കാര്യം ചെയ്ത് ജയിലിൽ പോട്ടെ, എന്താ ജയിലിൽ പോയാൽ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് എവിടെ പോയാലും നമുക്ക് അഭിമാനമേ ഉള്ളൂ. ഞാനത് പറഞ്ഞതാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ. പുനലൂർ ശാസ്താംകോണം വള്ളക്കടവിനെ ബന്ധിപ്പിച്ച് കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആവശ്യമുന്നയിച്ച് വകുപ്പ് അധികൃതർക്ക് ഒപ്പുശേഖരണം നടത്തി നിവേദനം നൽകിയിട്ടും നടപടിയുണ്ടായില്ല. പാലം നിർമ്മിച്ചാൽ പുനലൂർ പത്തനാപുരം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കാനുമാകും. പുനലൂർ ശാസ്താംകോണം പ്രദേശങ്ങളിൽ നിന്ന് പത്തനാപുരം മണ്ഡലത്തിലെ മുക്കടവിലേക്ക് പോകാൻ വേണ്ടി ശാസ്താംകോണം നിവാസികൾ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പുനലൂർ ശാസ്താംകോണം വള്ളക്കടവിനെ ബന്ധിപ്പിച്ചിരുന്നത് കടത്തുവള്ളമായിരുന്നു. എന്നാൽ കടത്തുവള്ളത്തിന്റെ സേവനം നിലച്ചിട്ട് വർഷങ്ങളായി. തുടർന്ന് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു. എന്നാൽ വാഗ്ദാനമല്ലാതെ മറ്റൊന്നും തന്നെ നടന്നില്ല. കല്ലടയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ മറുകരയെത്താൻ വേണ്ടി വർഷങ്ങളായി കടത്തുവള്ളത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഇത് നിർത്തലാക്കിയതോടെ
പുനലൂർ നഗരം ചുറ്റി യാത്ര ചെയ്യേണ്ട ഗതികേടാണ് ഉണ്ടായിട്ടുള്ളത്. മുക്കടവിലേക്ക് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത് കൂടുതലും ശാസ്താംകോണം, വള്ളക്കടവ്, കല്ലുമല, ശിവൻകോവിൽ മുകളിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. പത്തനാപുരം പുനലൂർ റോഡിലെ നെല്ലിപ്പള്ളി മുക്കടവ് പാത മാത്രമാണുള്ളത്. ശാസ്താംകോണം നിവാസികൾക്ക് പുനലൂർ പത്തനാപുരം റോഡിലെ നെല്ലിപ്പള്ളി മുക്കടവ് പാതയിലേക്ക് പോകാൻ 7 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. ഇതുമൂലമാണ് പാലം എന്ന ആവശ്യം ശക്തമായി ഉയരുന്നത്. കിൻഫ്ര പാർക്ക്, അയ്യങ്കാളി എഞ്ചിനീയറിംഗ് കോളേജ്, സ്കൂളുകൾ എന്നിവ ശാസ്താംകോണം വള്ളക്കടവിന്റെ മറുകരയായ മുക്കടവിലാണുള്ളത്. പാലത്തിനായി പുനലൂർ പത്തനാപുരം MLA മാർ മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യമുയർത്തി നേരത്തെ ഒപ്പുശേഖരണം ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നാൽ പാലത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനങ്ങളൊന്നുമായില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ 110 kV ട്രാക്ഷൻ സബ്സ്റ്റേഷന് വൈദ്യുതി നൽകാൻ ഭൂമിക്കടിയിലൂടെ കേബിൾ സ്ഥാപിക്കുന്ന KSEBയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. 3.5 മാസം നീണ്ട പ്രവൃത്തിയാണ് പൂർത്തിയായത്. പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് പൂർത്തിയായിട്ടുള്ളത്. UG കേബിളിനൊപ്പം ഭൂമിക്കടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും സബ്സ്റ്റേഷനുകളിൽ പാനലുകളും കണ്ടക്ടറുകളും സ്ഥാപിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. OFC സ്ഥാപിക്കുന്ന ജോലി ഈ ആഴ്ച പൂർത്തിയാകും. പാനലുകൾ സ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ്. വിദഗ്ധ പരിശോധനകൾ കൂടി പൂർത്തിയായാൽ മാത്രമേ KSEB സബ്സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി വിതരണം സാധ്യമാകൂ. ജൂലൈ 15ഓടെ സബ്സ്റ്റേഷന് വൈദ്യുതി നൽകാൻ സാധിക്കുമെന്നാണ് KSEB അധികൃതരുടെ പ്രതീക്ഷ. ദിവസങ്ങൾക്ക് മുമ്പാണ് UG കേബിൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായത്. ചെന്നൈയിൽ നിന്നുള്ള ഏജൻസിയിൽ നിന്ന് അധികൃതരെത്തി കേബിളുകൾ പരിശോധിച്ച് ക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്തു. പ്രതികൂല കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടും വിജയകരമായി പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചതായി KSEB അധികൃതർ പറഞ്ഞു. KSEB സബ്സ്റ്റേഷനിൽ നിന്ന് റെയിൽവേയുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ വരെയുള്ള 2.25 കിലോമീറ്റർ ദൂരത്തിലാണ് UG കേബിൾ സ്ഥാപിച്ചത്. മെയ് മാസത്തിൽ വൈദ്യുതി ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വിവിധ കാരണങ്ങളാൽ പ്രവൃത്തികൾ നീണ്ടുപോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ സർവീസ് ആരംഭിച്ച AC സ്വകാര്യ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുനലൂർ ചണ്ണപ്പേട്ട റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുന്നത്. PS സുബാൽ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഇന്നു മുതൽ ഈ ജില്ലയിൽ ആദ്യമായി ഓടുന്ന AC ചെയ്ത സ്വകാര്യ ബസ് എന്ന അഞ്ചലിൽ AC സൗകര്യത്തോടുകൂടി സർവീസ് ആരംഭിച്ച സ്വകാര്യ ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് നടത്തിയത്. പുനലൂർ ചണ്ണപ്പേട്ട റൂട്ടിൽ സർവീസ് ആരംഭിച്ച ഫർഹാൻ ബസിന്റെ ഫ്ളാഗ് ഓഫ് PS സുബാൽ MLA നിർവഹിച്ചു. അലക്സാണ്ടർ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് ബസ് പൂർണ്ണ AC ആക്കി സർവീസ് നടത്താൻ പോകുന്നത്. ഇതൊരു പുതുമയുള്ളൊരു കാര്യമാണ്. യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരമൊരു കാര്യങ്ങൾ തീരുമാനിച്ച മുൻകൈയെടുത്ത ശ്രീ റഷീദ് ഉൾപ്പെടെ ഒരു പ്രവാസിയാണ്. നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകണം. കാരണം ഒരു നിരവധി ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും ഈ സംരംഭം വളരെ വിജയകരമായി മാറട്ടെ എന്ന്. കൈപ്പള്ളിമുക്ക് സ്വദേശി റഷീദ് കുട്ടിയാണ് പൊതുജനങ്ങൾക്കായി ബസിന്റെ സർവീസ് ആരംഭിച്ചത്. ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള വിഷൻ സൗത്ത് വിഷൻ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ കൊല്ലത്ത് വിതരണം ചെയ്തു. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ പുതിയ സംരംഭങ്ങളായ സൗത്ത് സോളാർ, സൗത്ത് EV എന്നിവയുടെ ലോഞ്ചിങ്ങും നടത്തി. ലഹരിക്കെതിരെ പിടിമുറുക്കി പോലീസ്. കരുനാഗപ്പള്ളിയിൽ MDMA-യുമായി 2 പേർ പിടിയിൽ. കുലശേഖരപുരം കടത്തൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. 4.14 ഗ്രാം MDMA പിടികൂടി. മാവേലിക്കര നൂറനാട്ടും ലഹരിവേട്ട. MDMA-യുമായി കായംകുളം സ്വദേശികൾ അറസ്റ്റിൽ. 29 ഗ്രാം MDMA പിടിച്ചെടുത്തു. വർണ്ണക്കൂടാരം രാജ്യാന്തര പ്രീ പ്രൈമറി ഉദ്ഘാടനം ചെയ്തു. തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് LPSലാണ് വർണ്ണക്കൂടാരം പ്രവർത്തനം തുടങ്ങിയത്. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിലാണ് വർണ്ണക്കൂടാരം ആരംഭിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.